ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സൂര്യ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ തന്നെ അറിയായിരിക്കും നമ്മുടെ സ്ഥിരം പോസ്റ്റിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെത്തി. അതാണ് അപ്പോൾ ഗായ്സ് എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിലേക്ക് ലാൻഡായി. അപ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര നല്ല സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എവിടെ പോയാലും നമുക്ക് നമ്മുടെ വീടാണല്ലോ മെയിൻ. എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്തോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് വീട്ടിലെത്തിയെന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ ആണെങ്കിലും തന്നെ എന്താണ് ഓഫീസിൽ പോയാലും അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഹോസ്റ്റലിൽ ഇരിക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഫുള്ളും എനിക്ക് എൻ്റെ വീട് എപ്പോഴാണ് ശനിയാഴ്ച ആവുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഒന്ന് വീട്ടിലെത്തിയാൽ മതി. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് അവിടെ. പക്ഷെ എനിക്ക് അവിടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്തോ എൻ്റെ വീടിനോട് അത്ര ഒരു എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. ചിലവർക്കല്ലായിരിക്കും, ചിലവർക്ക് പുറത്തിരിക്കാനായിരിക്കും ഇഷ്ടം, ചിലവർക്ക് വീട്ടിൽ തന്നെ ഇപ്പം എൻ്റെ ഒരു കാറ്റഗറിയിൽ പെട്ടുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ എന്തോ എനിക്ക് പുറത്ത് നിൽക്കാൻ ഇഷ്ടമല്ലേ ചോദിച്ചാൽ ഇഷ്ടമാണ്. പക്ഷെ ഫ്രണ്ട്സും കാര്യങ്ങൾ അങ്ങനെ ഒരു ട്രിപ്പൊക്കെ ആണെങ്കിൽ ഓക്കെ. പക്ഷെ ഇതെന്തോ എനിക്ക് അവിടെ ബുദ്ധിമുട്ടല്ല കേട്ടോ. എനിക്ക് വീട് വിട്ട് നിൽക്കുമ്പോൾ സങ്കടം, ഫാമിലി, അമ്മ, അച്ഛൻ, അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് ഭയങ്കര സങ്കടം. അപ്പോൾ പിന്നെ എന്താ, അത്രേ ഉള്ളൂ. ഞാൻ വീടെത്തി. അപ്പോൾ അതിൽ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെയാണ് എത്തിയത്. പിന്നെ ഞാൻ കഴിഞ്ഞ മന്താണല്ലോ ജോയിൻ ചെയ്ത്, മെയിലാണല്ലോ ജോയിൻ ചെയ്ത്. അപ്പോൾ എനിക്ക് സാലറി കയറി. ഇന്നലെ ജൂൺ 1 ആയിരുന്നല്ലോ. അപ്പോൾ ഇന്ന് 2 ജൂൺ 2. അപ്പോൾ സാലറി കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ചേ കയറിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മന്ത് എൻഡിലാണല്ലോ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു ജോയിൻ ചെയ്ത്. അപ്പോൾ അതിൻ്റെ സാലറി കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇനി ജൂണിൽ കിട്ടുമ്പോൾ ബൾക്കായി കിട്ടും, ഫുൾ സാലറിയും കിട്ടും. അപ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ ലൈഫിലെ ആദ്യത്തെ സാലറിയാണിതെന്ന് പറയണത്. അപ്പോൾ എനിക്ക് പിന്നുള്ള സാലറിയാന്ന് പറയാൻ പറ്റില്ല, ഒരു പോക്കറ്റ് മണി അങ്ങനെ പറയാം. കാരണം എന്താ പറയുക, ഞാൻ ട്യൂഷൻ എടുത്തിട്ട് കുറച്ച് ക്യാഷ് എനിക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ റീചാർജ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ കോളേജിൽ പോകുന്ന ആളാണല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ കോളേജിലേക്കുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അതെടുത്തിട്ട് ചെയ്യും. പിന്നെ റീചാർജ് ചെയ്യാനാണെങ്കിൽ ഞാൻ വീട്ടുകാരുടെ അടുത്ത് അങ്ങനെ ചോദിക്കും. പക്ഷെ എൻ്റെ കയ്യിൽ അത്ര ഇല്ലെങ്കിലും ഞാൻ ചോദിക്കുള്ളൂ. ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ അവരെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നതെന്ന് വേണ്ടി ഞാൻ എൻ്റെ എടുത്ത് റീചാർജ് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ കോളേജിൽ കുറച്ച് പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ കോളേജിൽ പോകുമ്പോൾ തന്നെ ചിലവാണല്ലോ. അവിടെ പോയിട്ട് ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ അവിടേക്കൊക്കെ പോകാൻ ചിലവാണല്ലോ. അപ്പോൾ ഞാൻ അതിനൊന്നും അങ്ങനെ വീട്ടുകാരുടെ അടുത്തോ അല്ലെങ്കിൽ അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ അങ്ങനെ അതിന് വേണം അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ വേണം അങ്ങനെ വേണ്ടി ഞാൻ ചോദിക്കാറൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അത്യാവശ്യമൊക്കെ ഞാൻ ചോദിക്കാറുള്ളൂ. പിന്നെ ഉള്ളതെല്ലാം ഞാൻ ട്യൂഷൻ എടുത്ത് കിട്ടുന്ന കാശും കൊണ്ട് ഇതാക്കും. ഇപ്പോൾ എനിക്ക് എന്താ പറയുക, ഞാൻ അങ്ങനെയല്ല. അതൊരു ചെറിയൊരു എമൗണ്ട് ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം എന്താന്ന് പറഞ്ഞാൽ ജോലി എന്നുള്ള ഫസ്റ്റ് സാലറി അയവാന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലാണ് കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെന്താ, വീട്ടിലെത്തിയപ്പോൾ എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ അവൾ കോഴിക്കോടാണല്ലോ, അവൾ വർക്ക് ചെയ്യാണ്. അപ്പോൾ എന്താ, അവൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വരും. അപ്പോൾ ഞാനാണെങ്കിൽ ഒന്നും വാങ്ങിക്കില്ല. അങ്ങനെ ഒരു ഇതാണ്. കാരണം എൻ്റെ വാങ്ങിക്കാനുള്ള ഇതില്ല, ക്യാഷ് ഇല്ല, അതിനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് ഇന്നലെ സാലറി ഇട്ടപ്പോൾ ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവരും എന്നെ അതിശയിച്ചൊക്കെ എന്താണിത്. ഞാൻ അവരുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇവിടെ എത്തിയിട്ടാണ് പറഞ്ഞത് സാലറി കിട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എന്താ ഒരു സങ്കടം, എല്ലാം ഓഫീസും അവിടുത്തെ അറ്റ്മോസ്ഫിയർ എല്ലാം സെറ്റാണ് കേട്ടോ. അവിടെ ഉള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിലും എല്ലാം സെറ്റാണ്. ഹോസ്റ്റലും കുഴപ്പമൊന്നുമില്ല, അവിടെയും കമ്പനിക്ക് ആളല്ലോ. പക്ഷെ എനിക്ക് വീട് വിട്ട് നിൽക്കുമ്പോൾ ഒരു ഭയങ്കര സങ്കടം, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്താ, സാലറി കിട്ടി അത്രേ ഉള്ളൂ. അപ്പോൾ എന്തൊരു കാര്യമാണെങ്കിൽ നമ്മൾ ഇതിൽ കൂടെ അറിയിക്കുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അതിനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം എന്താണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ പറയാൻ. ഇനി വീഡിയോ വരുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ 5 മണിക്ക് ഓഫീസ് കഴിഞ്ഞ് അവിടെ എത്തി, ഹോസ്റ്റലിലെത്തി. പിന്നെ ഫ്രഷായി കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ അവിടെയുള്ള ചേച്ചിമാരോടും എല്ലാം സംസാരിച്ചതും പിന്നെ അവർക്കൊന്നും അറിയില്ലല്ലോ, യൂട്യൂബ് ഉണ്ട്, അതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ എടുത്ത് ചെയ്തു പറഞ്ഞാൽ പട്ടിഷ വേണമെന്നൊക്കെ എങ്ങാനും പറഞ്ഞാലോ, അങ്ങനെ പറയില്ല. എന്തായാലും അവരെല്ലാവരും നല്ല കമ്പനിയാണ്. പിന്നെന്താ, അത്രേ ഉള്ളൂ. ചെയ്യാനുള്ളൊരു അപ്പോൾ ഒരു മൂഡുണ്ടായിരുന്നില്ല. കാരണം എന്താ, വീട്ടിലേക്ക് വിളിക്കണം. ഞാൻ വീട്ടുകാരെ വിളിച്ച ഫസ്റ്റ് 2 ദിവസം 3 ദിവസമൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് പറ്റില്ല എന്നൊക്കെ ഒരു തോന്നലായിരുന്നു. അവിടെ നിൽക്കാൻ പറ്റില്ല,
അങ്ങനെയെല്ലാം ഒരു തോന്നലായിരുന്നു വീട്ടിലേക്ക് വരണം. അങ്ങനെ ഫ്രണ്ട്സ് വിളിച്ചാലും അല്ലെങ്കിൽ ഇവിടെ വീട്ടിൽ നിന്ന് വിളിച്ചാലും അമ്മമ്മ അവിടെ നിന്ന് അമ്മയുടെ വീട്ടിൽ നിന്ന് വിളിച്ചാലും ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എന്താ 2-3 ദിവസം കഴിഞ്ഞ് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഓക്കെ ആയി. പിന്നെ എന്താ നമ്മുടെ ടാർഗറ്റ് എന്താ, വർക്ക് ചെയ്യുക, അതാണല്ലോ, വർക്കാണല്ലോ, നമ്മുടെ ജോബാണല്ലോ. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി ഓക്കെ ആയി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ വീടെത്തി, ഞാൻ സാലറി കിട്ടി. പിന്നെന്താ അടുത്ത മന്ത് അതായത് ഈ മന്ത് ജൂൺ സാലറി കയറും. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു. എല്ലാവരും ഇതുപോലെ സപ്പോർട്ട് ചെയ്തിരിക്കും, അത്രേ പറയാനുള്ളൂ. താങ്ക് യു.